കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ, നല്ല ഗ്ലാസ് ആയിട്ടുള്ള നല്ലൊരു പുഡിംഗാണിത്. കോക്കനട്ട് വാട്ടർ ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്തതാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇളനീര് കടയിൽ നിന്ന് മേടിച്ച് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ തേങ്ങ പൊതിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ വെള്ളമായാലും മതി. ഞാൻ ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ നല്ല പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പാകത്തിനാട്ടോ ഈ പുഡിംഗ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തരാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യൽ ഫ്രീ ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനാണത്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് മെഷർമെൻറ്റ് കപ്പാണ്, ഈ 1 കപ്പ് കോക്കനട്ട് വാട്ടർ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇളനീര് കടയിൽ നിന്ന് മേടിച്ചിട്ട് അതിലെ വെള്ളം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് ഉണ്ടാവണ വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഞാനപ്പോൾ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്, ഇളനീരല്ല എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചൈന ഗ്രാസാണ്. ഒരു 2.5 ഗ്രാം ചൈന ഗ്രാസ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങയുടെ പീസ് വേണം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ എടുക്കാം. പാനിലേക്ക് നമുക്ക് തേങ്ങ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസും ചേർക്കാം. ഞാനൊരു 10 ഗ്രാമിൻ്റെ പാക്കറ്റിൽ നിന്ന് ഒരു 1/4 ഭാഗമാണ് ചേർത്തേക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്കത് ഗ്യാസിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാടങ്ങ് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് നമുക്ക് മെൽറ്റായി കിട്ടണം. നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് പുഡിംഗ് പാത്രത്തിലേക്ക് മാറ്റാം. ഞാനപ്പോൾ കുറച്ച് കോക്കനട്ട് പീസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിച്ച് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഈ ചൈന ഗ്രാസൊക്കെ മെൽറ്റ് ആവാതെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ച് ചേർക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാണ്ട് പുറമേ വെക്കുമ്പോൾ തന്നെ നല്ലോണം നമുക്ക് സെറ്റായിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് കഴിക്കുന്നതായിരിക്കും എപ്പോഴും പുഡിങ്ങൊക്കെ നല്ലത്. നമുക്കിനി കോക്കനട്ട് പീസസൊക്കെ ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി നമുക്ക് പുറമെ വെച്ച് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടല്ലോ, നന്നായിട്ട് വിട്ട് കിട്ടുകയും ചെയ്തു. ഇത് നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. ഇത് ശരിക്കും കറക്റ്റ് നല്ലൊരു പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ആയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനിയും വരും. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.